നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൻ, കീബോർഡ്, ഗിറ്റാറ്, വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലെ ആകാശമാകെ എന്ന ഗാനത്തിൻ്റെ പല്ലവി നമ്മൾ ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അതിൻ്റെ അനുപല്ലവിയാണ്. അപ്പോൾ നമുക്ക് അനുപല്ലവിയിലേക്ക് പോവാം. വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്നിട്ടും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാം. അപ്പം നമുക്ക് പാട്ടിൻ്റെ അനുപല്ലവിയിലേക്ക് പോകാം. ഓക്കെ. വയലിനു പുതുമഴയായി വാ. നമുക്ക് നോക്കാതെ ഞാൻ ഒരു വിരൽ കൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിരലുകൾ കൊണ്ട് വായിക്കാൻ മതി കേട്ടോ. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആകുന്ന വിരൽ ഏതാണോ ആ വിരൽ കൊണ്ട് നിങ്ങൾക്ക് വായിക്കാം. അപ്പം ഞാൻ ഒരു വിരൽ കൊണ്ടാണ് കാണിച്ചു തരുന്നത്. അത് ആ നോട്ട് തന്നെ ശ്രദ്ധിച്ചോ. ഗമഗരി ഗമഗരി വയലിനു പുതുമഴ. Gamagari, gamagari, ga, pa. എന്താണ്? വയലിനു പുതുമഴ ആയി വാ. സ്വരം വരുന്നത് ഗമഗരി ഗമഗരി ഗ പാ. സരി സരി ഗമ ഗരി ഗ വയനാടുകള. ഓക്കെ. അടുത്ത വന്നിട്ട് അടുത്ത ലൈനും ഈ നോട്ട് തന്നെ വായിച്ചാൽ മതി. വയണകൾ കദളികൾ ചാർത്തും. അവിടെ ഇച്ചിരി മേളിലേക്ക് പോയി വെച്ച് തും. അവിടെ നോക്കാം, ഇത് വരുന്നു ഗമഗരി ഗമഗരി ഗ. നേരത്തെ വായിച്ചത് നീ വായിക്കും. ഗാനി വയണകൾ കദളികൾ ചാർത്തും. വയണകൾ കദളികൾ ചാർത്തും. അവിടെ രണ്ടും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വയലിൽ
ഇത് 2 പ്രാവശ്യം വായിക്കും. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് 2 ഗമകങ്ങൾ വരുന്നുണ്ട്. 2 ഗമകങ്ങൾ ഞാൻ ചേർത്തിട്ടില്ല. അത് ചേർത്താൽ വരുന്നത് തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഇത് വായിക്കാനായിട്ട് പ്രയാസം വരും. അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് സിമ്പിളായിട്ട് നോട്ടുകൾ തന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 പ്രാവശ്യം നിങ്ങൾ വായിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇളവേൽക്കുവാൻ ഇത് 4 പ്രാവശ്യം വായിക്കണം. ഒരു ഈ നോട്ട് ഒരു വെൺപട്ടുനൂലിഴയിൽ അവിടെ വരുമ്പോ റീമ നീ എന്ന് പറയുന്നത് മന്ത്രസ്ഥായിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആകാശമാകെ എന്നുള്ളത് നിങ്ങൾ വായിക്കുക. പിന്നെ ഇതിൻ്റെ ചരണത്തിൽ വരുമ്പോൾ നിങ്ങൾ പുലരിയിലുള്ളവയിൽ അങ്ങനെയുള്ള ആ ചരണം തുടങ്ങുന്ന ഭാഗം മുതൽ അങ്ങോട്ട് ഈ അനുപല്ലവിയുടെ സെയിം നോട്ടുകൾ തന്നെ വായിച്ചാൽ മതി. അപ്പോൾ ചരണത്തിന് വേണ്ടി നിങ്ങൾ നോട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അനുപല്ലവിയിൽ പഠിച്ച ആ നോട്ടുകൾ തന്നെ ചരണത്തിന് വായിച്ചാൽ മതി. മിക്ക പാട്ടുകൾക്കും അങ്ങനെ തന്നെയാണ്, അപൂർവമായിട്ടേ ഉള്ളൂ അതിന് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒറ്റ ഫിംഗർ കൊണ്ടാണ് എല്ലാം കാണിച്ചത്. പലരും എനിക്ക് മെസ്സേജ് സാർ അങ്ങനെ കാണിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഫിംഗറിനെ കുറിച്ച് ഒന്നും പറയാഞ്ഞത് തന്നെ. ഈ ചൂണ്ടുവിരൽ കൊണ്ട് നിങ്ങൾക്ക് ഓരോ നോട്ടുകളും ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെടണ്ട, എന്നെ വിളിച്ചാൽ മതി. ഏത് ഭാഗമാണ് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ ഞാൻ ആ ഭാഗം മാത്രമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒരു നിരാശയൊന്നും വേണ്ട. മലപ്പുറത്ത് നിന്നൊരു ജെഫിൻ വിളിച്ചായിരുന്നു. അതായത് അദ്ദേഹം ഒരു തബലിസ്റ്റാണ്.
അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് പഠിച്ചിട്ട് സ്കൂളിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിൻ്റെ വീഡിയോകളൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. പഠന സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായി. അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാട്ടുകൾ കീബോർഡ് ഉണ്ടെങ്കിൽ കുട്ടികളെ ആദ്യം നിങ്ങൾ ഈ സരിഗമപധനിസ എന്നുള്ള ആരോഹണം അവരോഹണം ഒന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കീബോർഡിനെ കുറിച്ചൊന്നും വലിയ അറിയാത്തവരാലും സംഗീതം പഠിക്കാത്തവരാണെങ്കിലും ഒരു പാട്ട് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിന് കഴിയും. പക്ഷേ അതുകൊണ്ട് നമ്മൾ സംഗീതം പഠിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. സംഗീതം എപ്പോഴും ശാസ്ത്രീയമായി തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിലേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ട് നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ഒരു നൊട്ടേഷനും ഇല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അത് ശാസ്ത്രീയമായി തന്നെ സംഗീതം പഠിക്കണം, എന്നാലേ നമുക്കതിനൊരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. ഇനിയും പ്രായമായിട്ടുള്ളവരാണെങ്കിൽ പോലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് അതിന് പ്രായം ഒരു തടസ്സമാണ്, ഒരിക്കലുമല്ല. നമ്മുടെ ആഗ്രഹമാണ്. ഞാൻ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു 10-30 പേര് എങ്കിലും കാണും എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അവരൊക്കെ വിവിധ ഗവൺമെൻറ് സർവീസുകളിലൊക്കെ വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് പിന്നെ ഒരു റിട്ടയർമെൻ്റ് എടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രയാസമേ അല്ല. അങ്ങനെ ഒരു ചിന്തയെ ഹൃദയത്തിൽ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും പ്രായഭേദമന്യേ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കുട്ടികളെ ഒക്കെ സംഗീതം പഠിക്കുവാനായിട്ട് ഒരു പ്രോത്സാഹനം നിങ്ങൾ പറഞ്ഞു കൊടുക്കും. കുഞ്ഞുങ്ങൾക്കറിയില്ല, പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റുകളിലൊരു ഗിഫ്റ്റാണിത്. അവർക്ക് സംഗീതം പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ സേവനം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, അല്ല ഓൺലൈൻ വഴി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാൻ. ദൂരവും പ്രായവും ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും അതിപ്രധാനം. എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല. എന്നും നമ്മുടെ എല്ലാം മുമ്പിൽ ഞാൻ എപ്പോഴും പലപ്പോഴും പറയുന്നു, പ്രശ്നങ്ങൾ ക്യൂ ആണ്. ഈ ക്യൂ ഒഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ജീവിത അവസാനം വരെ അങ്ങനെ തന്നെയായിരിക്കും നമുക്ക്. അതുകൊണ്ട് നമ്മൾ എന്താണോ അത് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. ഒരു ദിവസം മുമ്പേ ചെയ്യുക. നമ്മുടെ മനസ്സിനതൊരു സംതൃപ്തി നേടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. പിന്നെ തീരുമാനം നിങ്ങളുടേതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താല്പര്യമുള്ളവർക്ക് സംഗീതം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ 7510-520-887 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് തരിക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ.